50 മുതൽ 100% വരെ ലാഭം ലഭിക്കാവുന്ന ഒരു പ്രോഡക്റ്റ് ആണ് എന്ന് പറയുന്നത്. ഈ പ്രോഡക്റ്റ് നമുക്ക് നമ്മളുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഇതിന് വളരെ വലിയൊരു മാർക്കറ്റാണ് കേരളത്തിൽ ഉള്ളത്. കാരണം മറ്റൊന്നുമല്ല, ഈ ഒരു പ്രോഡക്റ്റ് ഏത് രീതിയിൽ ഉണ്ടാക്കി കൊടുത്താലും അതിന് നല്ല മാർക്കറ്റാണ്. കാരണം അതിന്റെ ഉപഭോക്താക്കൾക്ക് ഓരോ ദിവസവും പുതുമ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് അവർ. ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചാണ് നമ്മൾ പറയാറുള്ളത്. ഇന്നും അത് തന്നെയാണ്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. കൂടാതെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇവിടെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അത്തർ ആണ്. അത്തറിന് വലിയ മാർക്കറ്റാണ് ഉള്ളത്. നിങ്ങൾക്കറിയാം, എവിടെ എങ്ങനെ വിറ്റാലും നല്ല രീതിയിൽ ആളുകൾ വാങ്ങുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇത്. കാരണം എല്ലാവർക്കും സ്വന്തം ശരീരത്തിൽ അല്പം സുഗന്ധം വഹിക്കാൻ ഇഷ്ടമുള്ളവരാണ്, പ്രത്യേകിച്ച് യുവതലമുറ. നേരത്തെ ഇവിടെ ചൈനീസ് ഉൽപ്പന്നങ്ങളായിരുന്നു ഏറ്റവും കൂടുതൽ നമ്മളുടെ വിപണി കൈയടക്കിയിരുന്നത് എങ്കിൽ ഇന്നിപ്പോൾ ചൈനീസ് ഉൽപ്പന്നങ്ങളെ ആളുകൾ ഏതാണ്ടൊക്കെ നിരസിച്ച രീതിയാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ലോക്കൽ അത്തർ വിപണിക്ക് വലിയ ഉന്മേഷമാണ് കണ്ടുവരുന്നത്. അപ്പോൾ ചൈനീസ് പോയപ്പോൾ നമുക്ക് നമ്മളുടെ ഇവിടുത്തെ പ്രോഡക്റ്റുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. ഈ അത്തർ ഉണ്ടാക്കുന്നതിന് ചെറിയ 2-3 ഘടകങ്ങളാണ് വേണ്ടത്. ഈ ഘടകങ്ങൾ വാങ്ങിക്കൊണ്ടുവന്ന് നമ്മൾ മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇതിന്റെ ബേസ് ഓയിലാണ്. ബേസ് ഓയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് സാൻഡൽവുഡ് ഓയിലാണ് സാധാരണഗതിയിൽ ബേസ് ഓയിൽ ആയിട്ട് വരുന്നത്. ഇനി അല്ലാതെ തന്നെ ജോജോബ ഓയിലും ഇതിന്റെ ബേസ് ആയിട്ട് വരാറുണ്ട്. പിന്നെ വേണ്ടത് എസെൻഷ്യൽ ഓയിൽസ് ആണ്. അത് നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിക്കാവുന്നതാണ്. അത് ഫ്ലവേഴ്സ്, സ്പൈസസ്, ഏത് ഫ്രാഗ്രൻസ് വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. സാധാരണഗതിയിൽ റോസ്, ജാസ്മിന്, ലവൻഡർ, സാഫ്രോണ്, ഊദ് ഇങ്ങനെയുള്ള ഫ്രാഗ്രൻസുകളാണ് ഇതിന് എടുക്കാറുള്ളത്. പിന്നെ വേണ്ടത് ഡിസ്റ്റിൽഡ് വാട്ടർ ആണ്. 2 രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും, ഇല്ലെങ്കിൽ 3 രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും. ഡിസ്റ്റിൽഡ് വാട്ടർ വേണ്ടതുമുണ്ട്, അല്ലാത്തതുമുണ്ട്. പിന്നെ ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ള ഒരു ആൽക്കഹോൾ ഉണ്ട്. പെർഫ്യൂമേഴ്സ് ആൽക്കഹോൾ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ട്. അത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഈ പ്രോഡക്റ്റുകളെല്ലാം തന്നെ നമുക്ക് മുംബൈയിൽ നിന്നോ ഗുജറാത്തിൽ നിന്നോ ഒക്കെ വരുത്താവുന്നതാണ്. നിങ്ങൾക്ക് ഇന്ത്യ മാർട്ട്, ട്രേഡ് ഇന്ത്യ, എക്സ്പോർട്ടേഴ്സ് ഇന്ത്യ പോലെയുള്ള ഇ കൊമേഴ്സ് സൈറ്റുകളിൽ കയറി നിങ്ങൾ ഇത് തപ്പിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഹോൾസെയിലേഴ്സിനെ ലഭിക്കും. അവിടെ നിന്ന് നിങ്ങൾക്ക് വരുത്താവുന്നതാണ്. വരുത്തി നമ്മൾ അത് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ ബേസ് ഓയിൽ 3 പാർട്ടും ഫ്രാഗ്രൻസ് ഇല്ലെങ്കിൽ എസെൻഷ്യൽ ഓയില് 1 പാർട്ടുമാണ് ഇതിന്റെ മിക്സിങ്ങിൽ വരുന്നത്. അങ്ങനെയുള്ള സ്വല്പം കട്ടി കൂടിയ അത്തറിന് വരുന്നത് ഈ ഒരു 2ഉം കൂടെ മിക്സ് ചെയ്ത് നമ്മളൊരു 2-3 ആഴ്ച വെച്ചിരിക്കണം. എല്ലാ ദിവസവും അതെടുത്ത് ഒന്ന് നന്നായിട്ട് കുലുക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു 3 ആഴ്ച കഴിയുമ്പോൾ നമുക്കത് ബോട്ടിൽ ചെയ്ത് വിൽക്കാവുന്നതാണ്. ചെറിയ ചെറിയ ബോട്ടിലുകൾ ഇതിന് അത്യാവശ്യമായിട്ട് വാങ്ങേണ്ടതായിട്ട് വരും. നമുക്ക് ഈ ഒരു അത്തറിന്റെ ബോട്ടിലുകൾ കൂടാതെ തന്നെ അതിനൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള കവർ കൂടെ ഉണ്ടാക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് വിറ്റുപോകുന്ന ഘടകമാണ് ഇത്. ഇവിടെ അത്തറിന്റെ ചേരുവകൾക്ക് ഏതാണ്ട് ഒരു 50,000 രൂപ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് മുടക്കാൻ പറ്റും. പിന്നെ ചെറിയ ബോട്ടിലുകൾ വാങ്ങിക്കാൻ ഒരു 20-25,000 രൂപയോളം വേണ്ടി വരും. പ്ലസ് നമുക്ക് നമ്മളുടെ ബ്രാൻഡ് നെയിം അടിച്ച കവറുകൾ വേണ്ടി വരും, നല്ല ബോക്സുകൾ വേണ്ടി വരും. അതിനും വേണ്ടി വരും ഒരു 25,000 രൂപയുടെ അടുത്ത്. അപ്പോൾ ഏകദേശം 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്കിത് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ നല്ല രീതിയിൽ. അതിനുശേഷം പതിയെ പതിയെ ഇൻവെസ്റ്റ്മെന്റ് കൂട്ടിക്കൊണ്ടുവരിക, അങ്ങനെ കച്ചവടവും കൂട്ടിക്കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ അത്തറിന്റെ ബോട്ടിലിൽ ഒരു ബോട്ടിലിൽ 50% മുതൽ 100% വരെ നമുക്ക് ലാഭം എടുക്കാൻ പറ്റും. ഇത് ഹോൾസെയിൽ ആയിട്ട് കൊടുക്കാൻ പറ്റും. കൂടാതെ നമുക്ക് റീറ്റെയിൽ ആയിട്ട് ഷോപ്പുകൾ കൊടുക്കാൻ പറ്റും. ഇനി അതല്ല, ഡയറക്റ്റ് റീറ്റെയിൽ ആയിട്ട് നമുക്ക് പാർട്ടികൾക്കും കൊടുക്കാൻ പറ്റും. അതൊക്കെ നിങ്ങളുടെ മാർക്കറ്റിംഗ് പോലെ ഇരിക്കും. എങ്കിലും നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ് അത്തറിന്റെ ബിസിനസ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.